അപ്പോൾ ഒരുപാട് നമുക്കറിയാവുന്നത് മഴക്കാലമാണ്, ഒരുപാട് അസുഖങ്ങൾ വരുന്ന സമയമാണ്, പകർച്ചവ്യാധികളുള്ള സമയമാണ്, ഒരുപാട് വാർത്തകൾ അങ്ങനെ വരുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കോഴിക്കോട് ഒരു 14-കാരന് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന ഒരു അസുഖം ബാധിച്ച ആ വാർത്ത പുറത്തു വന്നത് അല്ലേ? അപ്പോൾ കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നാണ് നമ്മളിപ്പോൾ അത് പോസിറ്റീവ് വാർത്തയിൽ വായിക്കുകയും ചെയ്തിരുന്നതാണ്. എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പ്രേക്ഷകരിൽ എത്ര പേർക്ക് അറിയാം? അപ്പോൾ ഇതെന്താണെന്ന് നമുക്കൊന്ന് ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കാം. അതെ, ഇത് വരാതിരിക്കാൻ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു പ്രതിരോധ മാർഗം, ഇതൊക്കെ നമുക്ക് അറിയണ്ടേ? ഡോക്ടർ സൗമ്യ സറിന്റെ വാക്കുകളിലേക്കാണ്. നമ്മുടെ സംസ്ഥാനം ഇന്ന് പനിപ്പിടിയിലാണ്. പലതരം പനികൾ. അതിൽ തന്നെ നമ്മൾ കേട്ട നമുക്കധികം പരിചിതമല്ലാത്ത ഒരു പനിയാണ് അമീബിക് മെനിങ്കോഎൻകെഫലൈറ്റിസ്. എന്താണ് ഈ രോഗം? എങ്ങനെയാണ് നമുക്കിത് വരുന്നത്? ഇത് അമീബ എന്ന് പറയുന്ന ഒരു ഏകകോശ ജീവി ഉണ്ടാക്കുന്ന രോഗമാണ്. പലതരം അമീബകളുണ്ട്. ഇതിൽ തന്നെ ഈ ഒരു രോഗം ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നെഗ്ലേറിയ ഫൗളേറിയ എന്ന് പറയുന്ന ഒരു അമീബയാണ്. ഇത് കാണുന്നത് ശുദ്ധജലം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലാണ്. അതായത് കുളങ്ങൾ, ചിറകൾ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ക്ലോറിനേഷൻ നടത്താത്ത സ്വിമ്മിംഗ് പൂളുകൾ, ഇവിടെയൊക്കെ ഈ ഒരു അമീബ കാണാറുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ ഇവിടെയൊക്കെ കുളിക്കുമ്പോൾ, കുട്ടികൾ ചാടി മറിഞ്ഞൊക്കെ കുളിക്കുന്ന സമയത്ത് ഈ അമീബ നിറഞ്ഞ വെള്ളം അവരുടെ മൂക്കിലേക്ക് അടിച്ചു കയറാനും അതുവഴി മൂക്കിലെ ചെറിയ ഞരമ്പുകൾ വഴി ഇത് തലച്ചോറിലെത്തുകയും ചെയ്യുന്നു. അവിടെ ഇത് അണുബാധ ഉണ്ടാക്കും, തലച്ചോറിൽ നീർവീക്കം ഉണ്ടാക്കും. തൽഫലമായിട്ട് ആരോഗ്യസ്ഥിതി വളരെ മോശമാവാനും ഇതിന്റെ മരണശതമാനം എന്ന് പറയുന്നത് വളരെ ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രോഗം വളരെയധികം ഡേഞ്ചറസ് ആയ ഒരു രോഗമാണ് എന്ന് പറയുന്നത്. സോ അറ്റ്ലീസ്റ്റ് ഈ ഒരു മഴക്കാലത്തെങ്കിലും നമ്മൾ ഈ ഒരു രോഗം ഇപ്പോൾ ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, മരണങ്ങൾ കൂടുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ശുദ്ധജലമാണെങ്കിൽ പോലും കെട്ടി നിൽക്കുന്ന ഒരു വാട്ടർ ബോഡി ആണെങ്കിൽ, അതിപ്പോൾ സ്വിമ്മിംഗ് പൂൾ ആണെങ്കിലും കുളമാണെങ്കിലും അവിടെയുള്ള കുളികൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പറയാനുള്ളത്. അപ്പൊ എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും.